ശരി ശ്രീജിത്ത്, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത് വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് ഈ രീതിയിൽ തന്നെ ആയിപ്പോയി. അത് മാത്രമല്ല, സെൽഫ് ഗോളുകളുടെ പെരുമഴയാണ് ഇവിടെ സംഭവിച്ചത്. അത് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ കൂടിക്കാഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ദല്ലാളിന്റെ കൂടെ പോയി കണ്ടതാണ് മുഖ്യമന്ത്രിക്ക് കുഴപ്പമായി തോന്നുന്നത്. അതുപോലെ തന്നെ പാപിയായി ജയരാജൻ എന്ന കാര്യം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി. ചെയ്യാൻ പാടില്ലാത്തത് ജയരാജൻ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജയരാജനെതിരെ നടപടി വേണം. പക്ഷെ അതിന് മടിക്കുകയാണെങ്കിൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. പാർട്ടിയുടെ അറിവോടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് എന്ന്. എന്തായാലും ഒരു ദുരൂഹത ഇക്കാര്യത്തിൽ വന്നിരിക്കുകയാണ്. ഒരു ഡീൽ ഉറപ്പിക്കുവാനുള്ള ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം വന്നിരിക്കുകയാണ്. അതല്ലെങ്കിൽ ജയരാജൻ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഫേവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് ജയരാജൻ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. മനുഷ്യ ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഒരുപക്ഷെ കേരളത്തിൽ EPയെ ആളുകൾ തിരിച്ചറിയുകയും EPയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് EPയെ തിരിച്ചറിയുകയും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ആ നിഷ്കളങ്കത പലപ്പോഴും അദ്ദേഹത്തിന്റെ ദൗർബല്യമാവുകയും ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ പലരും EPയെ കൊണ്ട് അല്ലെങ്കിൽ EPയിൽ നിന്ന് ചെയ്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ. EPക്ക് എപ്പോ എവിടെ എന്തു പറയണം എന്നറിയാൻ കഴിയാത്ത തരത്തിലേക്ക് EPയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതൊരുപക്ഷെ CPMനെ അടക്കം വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ പാർട്ടിയിൽ കേരളത്തിലെ ആ പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ സംബന്ധിച്ചും അണികളെ സംബന്ധിച്ചും അനുഭാവികളെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ ഒരു ഉദാഹരണം ഞാൻ ഒരു സാഹചര്യം സൂചിപ്പിച്ചാൽ, EPയെ പോലെ പാർട്ടിയുടെ റോസ്റ്ററിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കോടിയേരിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം സെക്രട്ടറി ആകുന്ന നിങ്ങൾ മാധ്യമങ്ങളും പാർട്ടി പൊതുബോധവും അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് MV ഗോവിന്ദൻ മാസ്റ്ററിനെ സെക്രട്ടറിയായി പാർട്ടി തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ആർജവം ഉണ്ടായിരുന്ന പാർട്ടിയാണ് CPM എങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുത്തിരിക്കും എന്നു തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. തിങ്കളാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കൂ. പാർട്ടി ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യം അനവസരത്തിൽ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യുന്ന ഏതൊരു സഖാവിനെയും പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അത് ഏതു വലിയ കൊലക്കൊമ്പനായാലും അയാൾക്കെതിരെ നടപടിയെടുത്ത ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. സഖാവ് VSനെയും സഖാവ് EMSനെയും അതുപോലെ സഖാവ് KR ഗൗരിയെയും സഖാവ് MVRനെ അടക്കം പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അപ്പൊ പാർട്ടിയുടെ അറിവോടെയാണെങ്കിലോ നിങ്ങൾ കരുതുന്നത് എന്താ? CPMനെ സംബന്ധിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചതിന് ശേഷം EP ജയരാജനെ ചുമതലപ്പെടുത്തി രഹസ്യ ചർച്ച നടത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ടെന്നാണോ? നിങ്ങൾ സംഭവിച്ചുകൂടായ്മയൊന്നുമില്ല. ഒരു ദല്ലാൾ കൂടെ ഉണ്ടായിരുന്നു. ഈ ദല്ലാൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ദല്ലാൾ എപ്പോഴും CPM രാഷ്ട്രീയത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നയാളാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ബന്ധമുണ്ട്. അധികാരത്തിന്റെ ഇടനാഴിയിൽ ഈ ദല്ലാൾ ഉള്ളതാണ്. ഇത് കേരളത്തിന് അറിയാവുന്നതാണ്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ദല്ലാളിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പരിപാടികളും നടത്താൻ EPയും തയ്യാറാകും. കാരണം EP ഇതിന് തൊട്ട് മുൻപ് തന്നെ നമുക്ക് ആ യാത്ര നടന്ന സമയമൊക്കെ അറിയാമല്ലോ. അപ്പോഴും ഒരുപാട് പേർ EPയുടെ ഈ നിഷ്കളങ്കത്വം ഉപയോഗിച്ച് EPയെ പുകഴ്ത്തിയതാണ്, EPയെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഈ ദല്ലാളുമൊത്തുള്ള ഒരു ഡീലിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിൽ അത് പാർട്ടിയുടെ അറിവോടെ അല്ല എന്ന് എങ്ങനെ സമർത്ഥിക്കുവാൻ കഴിയും? മഞ്ജുഷ്, വെറുക്കപ്പെട്ടവരുമായി ഏതൊരു പൊതുപ്രവർത്തകൻ അടുപ്പം സൂക്ഷിക്കുന്നുവോ അത് ഈ ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും അയാളെ തുറന്നു കാട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. EPയെ സംബന്ധിച്ചിടത്തോളം ചില പോരായ്മകൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതൊരു പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ആശയ സമരമായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തിങ്കളാഴ്ച കൂടുകയുണ്ട്. കാര്യം പറഞ്ഞു, ഇതേ വെറുക്കപ്പെട്ടയാൾ ഈ ദല്ലാളിനെയാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇതേ ദല്ലാൾ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സമീപിച്ചിട്ടുണ്ട്. ഈ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് ഈ സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തെടുത്ത് വായിച്ചു നോക്കിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംശയമില്ലല്ലോ, ദല്ലാൾ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണത്. CBIയുടെ റിപ്പോർട്ടിലും അത് വന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദല്ലാൾ അനഭിമതനൊന്നും ആയിരുന്നില്ല ആർക്കും. ഇപ്പോൾ പാപിയാണെന്ന് പറയുന്ന ആളുകൾക്കും അനഭിമതനായിരുന്നില്ല. അങ്ങനല്ല, വെറുക്കപ്പെട്ടവരെപ്പോഴും ആ വെറുക്കപ്പെട്ടവർ പറയുന്നത് വിശ്വസിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞതാണ്. ഞാൻ കടക്ക് പുറത്തു
എന്നാണ് പറഞ്ഞതെന്നാണ് സഖാവ് പിണറായി ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. നമുക്ക് അങ്ങനെ സഖാവ് പിണറായിയെ ഈ 6 പതിറ്റാണ്ടിലധികം പൊതുജീവിതം അല്ല, നയിക്കുന്ന ഏത് വ്യക്തി വിഷയത്തിലാണ് സഖാവ് പിണറായി കടക്ക് പറയുന്ന പുറത്ത് കാര്യങ്ങൾ എന്ന് പറയുന്നത്? മാത്രം ഏത് വിഷയത്തിലാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്? ഈ വിഷയം ഈ നന്ദകുമാറിനോട് കടക്കു പുറത്തു എന്ന് പറഞ്ഞു എന്നാണ് സഖാവ് പിണറായി പൊതുമധ്യത്തിൽ പറഞ്ഞത്. എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ കടക്ക് പുറത്തു എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാതെ കണ്ടു എന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇല്ലാത്ത ഫാക്ട്സുകളെ നമ്മൾ ഒരു നറേഷന് വേണ്ടി അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ ഇ പിയുടെ ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്യാനാണ് വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച അടിയന്തരമായി സെക്രട്ടേറിയറ്റ് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനം ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഇ പി എടുത്തിട്ടുള്ള ജാഗ്രത കുറവ്, അല്ലെങ്കിൽ അദ്ദേഹം രണ്ട് തരത്തിലാണ്. ഒന്ന്, പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ വിവരം പാർട്ടിയെ അറിയിക്കുക. എന്റെ വീട്ടിൽ വന്നിരുന്നു. ചർച്ച ഏതു രാഷ്ട്രീയമല്ല, ഇപ്പൊ പൊതുപ്രവർത്തകർ പരസ്പരം കാണുമ്പോൾ സംസാരിക്കാറുണ്ട്, അടുപ്പം പുലർത്തുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ ആത്മബന്ധമുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ അത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അങ്ങനെ കടന്നു വരാറില്ല. പക്ഷെ ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയോ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ചെയ്യുന്ന പ്രവൃത്തി പോലും അല്ലാത്ത തരത്തിൽ അദ്ദേഹം തന്റെ പൊതുജീവിതത്തെ ഇങ്ങനെ മലീമസമാക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയായിരിക്കും പാർട്ടി എടുക്കാൻ പോകുന്ന വിലയിരുത്തൽ. അല്ലെങ്കിൽ പാർട്ടി വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പക്ഷേ കൂടിക്കാഴ്ചയുണ്ടല്ലോ. ഇപ്പോൾ ഈ ദല്ലാളിനൊപ്പം കൂടിക്കണ്ടതിനെ മാത്രമാണല്ലോ മുഖ്യമന്ത്രി ഈ വോട്ടെടുപ്പ് ദിവസം ഇന്നലെ എതിർത്ത് പറഞ്ഞത്. അല്ലാതെ ജാവദേക്കറിനെ കണ്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് എതിരഭിപ്രായം ഇല്ലായിരുന്നു. അതാണ് ഇന്ന് പ്രതിപക്ഷവും ആയുധമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ ജാവദേക്കറെ കണ്ടെന്ന്. അതും ഡീലിന് വേണ്ടിയായിരുന്നു. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, എന്തിനു വേണ്ടി കണ്ടു എന്ന ചോദ്യവും ഉണ്ട്. ജാവദേക്കർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമല്ല, മറിച്ച് പാർട്ടിയുടെ മാത്രം ഭാഗമാണ്. BJPയെ വളർത്തുക എന്നുള്ള ലക്ഷ്യം, മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം, അതാണ് പ്രകാശ് ജാവദേക്കറിന് ഉള്ളത്. അദ്ദേഹം ആ കർത്തവ്യമാണ് പാർട്ടിക്ക് വേണ്ടി നിർവഹിച്ചു വന്നിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി കണ്ടു എന്ന് പറയുമ്പോൾ അതും ഒരു സെൽഫ് ഗോൾ ആയില്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? നിങ്ങൾ കരുതുന്നത് BJPയുടെ കേരള പ്രഭാരിയായി വർക്ക് ചെയ്യുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി സഖാവ് പിണറായി വിജയൻ BJPയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നൊരു നറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരം ഒരു തമാശയല്ല ഇത്. പ്രകാശ് ജാവ്ദേക്കറുമായി നിരവധി ഘട്ടങ്ങളിൽ പല ആളുകളും പലയിടത്തും വെച്ച് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പരസ്പരം പരിചയമുണ്ടാവും, അല്ലെങ്കിൽ പരിചയപ്പെടുത്തലുകൾ ഉണ്ടാവും. അങ്ങനെ പരിചയപ്പെടുത്തുന്നതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ രാഷ്ട്രീയ ഡീലുകൾ. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളെയാണ് തൽക്കാലം നമുക്ക് വിശ്വസിക്കാനാവുക. അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്ന് പറയുന്നത്, അത് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ഞങ്ങൾ സഹായിക്കാം എന്ന അർത്ഥത്തിലാണോ അതിനെ കാണേണ്ടത്? അങ്ങനെയല്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിവാഹത്തിനോ മറ്റോ കണ്ടതായിരിക്കാം, ഏതെങ്കിലും മറ്റ് ഫംഗ്ഷൻ വെച്ച് കണ്ടതായിരിക്കാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എന്നാലും ഇതെല്ലാം ഒരു പുകമറയ്ക്കുള്ളിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ജയരാജൻ തുറന്നുവിട്ട ഒരു ഭൂതം, അത് CPMന്റെ എല്ലാ നേതാക്കളെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. സത്യം തുറന്നു പറയുക പൊതുസമൂഹത്തോട്, അത്രയും മാത്രമേ ഉള്ളൂ. ശ്രീ